എന്തോ നല്ല സിനിമയാണ്, തീർച്ചയായിട്ടും കാണണം. ന്യൂ ഇയറിന് കാണാൻ പറ്റിയൊരു പടമാണ്. എല്ലാം ഉണ്ട്, ത്രില്ലറാണ്, ഇമോഷൻസ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, അടിപൊളി പടമാണ്, ഉറപ്പായിട്ടും കാണും. പടമായിട്ടാണ് തോന്നിയത്. ഒരു ആവറേജ് മൂവി. ഞാൻ ട്രെയിലറെ കണ്ടപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആ രീതിയിലുള്ള സിനിമ പ്രതീക്ഷിച്ചത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷേ പടം ഫസ്റ്റ് ഹാഫ് ഒക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥ വേറെ എങ്ങോട്ടോ പോയി. കുറച്ചൊരു മാസ് ഫിലിം, കൊമേഴ്ഷ്യൽ എലമെൻസ് ഉള്ളൊരു പടം ആ ടൈപ്പിലേക്ക് പോയി. കാരണം പടത്തിൻ്റെ കഥയെ മൊത്തം മാറിപ്പോയി, ആ മൂഡേ മാറി. ലാസ്റ്റേക്ക് ആകുമ്പോൾ എനിക്ക് അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും നല്ലൊരു സസ്പെൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം. ടോവിനോ സൂപ്പറായിരുന്നു, ഫൈറ്റ് സീൻസ് എല്ലാം നല്ലായിരുന്നു, മേക്കിംഗ് വൈസും അടിപൊളിയായിരുന്നു. യെസ് യെസ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ത്രില്ലറായിരുന്നു. ഒരു സെക്കൻഡ് പോലും നമുക്ക് അങ്ങനെ ലാഗ് തോന്നിയിട്ടില്ല. എഡ്ജ് ഓഫ് ദി സീറ്റ് തന്നെയായിരുന്നു. എനിക്ക് വിനീനെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഒബ്വിയസ്ലി അത്യാവശ്യം മാം നന്നായിട്ട് ചെയ്തു. പിന്നെ ഇവരെ ഓരോ ക്യാരക്ടേഴ്സും നന്നായിട്ട് തന്നെ ചെയ്തു. അവരുടെ പാട്ടെല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. നമ്മൾ എടുത്തു പറയേണ്ടതായിട്ട് ആരെയും എടുത്തു പറയുന്നത് ശരിയല്ല, എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോറി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈവൻ വൃത്തി പോലും നല്ല അടിപൊളിയായിട്ട് തന്നെ കുട്ടി പോലും ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ പോർഷൻ അടിപൊളിയാക്കി. സസ്പെക്റ്റും തമ്മിലുള്ള സംഭാഷണം അതിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കൂടുതലൊരു പടം വേറൊരു ക്യാൻവാസിലേക്കാണ് മാറിയത്. പടം ഒരു ഫ്ലൈറ്റിലുള്ള രംഗങ്ങളും അങ്ങനെയുള്ള ഫൈറ്റ് രംഗങ്ങളിലേക്ക് മാറി. പടത്തിന് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഈ പടം വളരെ കൺഫ്യൂസിംഗ് ആണ്. ആ കഥാ രീതി തന്നെ കൺഫ്യൂസിംഗ് ആണ്. അപ്പോൾ പല സീനുകളിലും ഇപ്പോൾ ഓഡിയൻസ് ആയിട്ടും കണക്ട് ചെയ്യാത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടായി. അപ്പോൾ അവർ സെക്കൻഡ് ഹാഫിൽ നമ്മൾ വിചാരിച്ച ഒരു ടേക്ക് ഓഫ് ഇല്ല, ഒരു ആവറേജ് എബോ ആവറേജ് ലെവലിലേക്ക് പടം മാറിയിട്ടുണ്ട്. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് ഐഡന്റിറ്റി. അല്ല, ഇത് രണ്ട് രീതിയിലാണ്, ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷേ എനിക്ക് രണ്ടും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫോറൻസിക്കാണ് കൂടുതൽ കണക്റ്റഡ് ആയത്. ഇത് നമ്മളെന്താ പറയുക, ഇതിൻ്റെ ഒരു കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന രംഗങ്ങൾ, ഇത് എങ്ങനെയാണ് ഇത് ആളെ ഫേസ് റെക്കഗ്നിഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അങ്ങനത്തെ രംഗങ്ങൾ ടെക്നിക്കൽ വൈസ് പടം അടിപൊളിയാണ്. അതുപോലെ തന്നെ പടത്തിൻ്റെ സെറ്റപ്പ് എനിക്കറിയാൻ കഴിഞ്ഞ ഈ രണ്ടാമത്തെ ഹാഫിലുള്ള കൂടുതൽ ഫ്ലൈറ്റ് സീക്വൻസ് മൊത്തമായിട്ടും നമ്മൾ ഇത് സെറ്റിട്ടാണ് ചെയ്തത്. അതിൻ്റെയൊക്കെ ഒരു ഭംഗി ടെക്നിക്കലി പടം പെർഫെക്റ്റ് ആണ്. പക്ഷേ ഈ ഒരു പറഞ്ഞ പോലെ ഈ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നതിൽ പടം അത്ര സക്സസ് ആയില്ല എന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് ഹാഫ് വരെ അത്യാവശ്യം നല്ലൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് എവിടേക്കോ ഓവർ കൺഫ്യൂസിങ് പോലെ തോന്നിയായിരുന്നു. ക്ലൈമാക്സിലൊരു 20 മിനിറ്റ് സീക്വൻസ് നൈസായിരുന്നു. മലയാള സിനിമയിൽ പൊതുവെ കണ്ടില്ലാത്ത ഒരു ഫ്ലൈറ്റ് ആക്ഷൻ സീക്വൻസ് ഒക്കെ അത് നല്ല കൺവിൻസിങ് രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ബേസിക്കലി മേക്കിംഗ് സ്റ്റൈൽ, സിനിമാറ്റോഗ്രഫി എല്ലാം കൊണ്ടും ക്ലൈമാക്സ് സാറ്റിസ്ഫൈങ് ആയിരുന്നു. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു പൈസ വസൂൽ എന്താ പറയുക ഒരു ത്രില്ലർ മൂവി വിത്ത് സ്റ്റൈലിഷ് മേക്കിംഗ്. എന്തായാലും ടോവിനോയുടെ നെക്സ്റ്റ് ഹിറ്റ് അവിടെ നിന്നായിരിക്കുന്നു. തൃഷ വരേണ്ട, തൃഷയ്ക്ക് ആ ക്യാരക്ടർ അത്ര കൺവിൻസ് ലൈക്ക് കാണാത്ത ഒരു രീതിയിലുള്ള ഫൈറ്റ് സീക്വൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞ ഫൈനൽ ക്ലൈമാക്സ് ഒരു 30-45 മിനിറ്റ്സ് വേറെ ലെവൽ സംഭവമാണ് നിങ്ങൾ കാണാൻ. ആദ്യമൊക്കെ എല്ലാം ഇതിനോട്ടുള്ള ബിൽഡപ്പാണ്. 2025 എന്ന് പറയുന്ന ഈ ഒരു വർഷം, പുതുവർഷം നല്ലൊരു ചിത്രത്തോടുകൂടി തുടക്കം കുറിച്ചിരിക്കുന്നു. ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഈ ഒരു ചിത്രം, ടൊവിനോ തോമസ് നായകനായ, തൃഷ നായികയായിട്ടുള്ള ഒരു ചിത്രം, നല്ല ഒരു ഡയറക്ഷൻ, രണ്ടുപേർ ചേർന്നുള്ള ഡയറക്ഷൻ പൊളിച്ചു. അതേപോലെ തന്നെ ഇതിൻ്റെ കഥ, ഇതിൻ്റെ ക്യാമറ വർക്ക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം തികഞ്ഞ ഒരു നല്ലൊരു ചിത്രം തന്നെയായിരുന്നു ഐഡൻറ്റിറ്റി. തീർച്ചയായിട്ടും ഇത് 100 കോടി തിളക്കത്തിൽ തന്നെ എത്തുമെന്നുള്ള കാര്യത്തൊട്ടും ഡൗട്ടില്ല. ഒരുപാട് പ്രേക്ഷകർ ഇത് ഇരുകൈ നീട്ടി സ്വീകരിക്കും. എനിക്ക് തോന്നുന്നു ഇത് മൊഴിമാറ്റ എന്തോ നല്ല സിനിമയാണ്, തീർച്ചയായിട്ടും കാണണം. ന്യൂ ഇയറിന് കാണാൻ പറ്റിയൊരു പടമാണ്. എല്ലാം ഉണ്ട്, ത്രില്ലറാണ്, ഇമോഷൻസ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, അടിപൊളി പടമാണ്, ഉറപ്പായിട്ടും കാണണം. മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു ഇത് കാണുന്നത് വളരെ റയറായിട്ടാണ്. ഇത് ലാസ്റ്റ് ഒരു 3/4 മണിക്കൂറൊക്കെ വളരെ എൻഗേജിങ് ആണ്, നല്ല രസം. ടോവിനോ എങ്ങനെയുണ്ട്? അല്ല, ടോവിനോ ഒന്നും പറയേണ്ട കാര്യമുണ്ടോ? നല്ലവിടെ കാണാം, നല്ല ടിസ്റ്റൊക്കെ നല്ല രസമുള്ളതായിരുന്നു.